നമ്മുടെ ഈ ജീവിതത്തിൽ എക്സ്ക്യൂസുകൾ, ഒഴിവ് കഴിവുകൾ പറയുന്ന വീക്കൻസ് ഉള്ള ആൾക്കാരാണോ നിങ്ങൾ? നിങ്ങൾ പരാജയപ്പെടുന്നത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് ഞാൻ വിജയിക്കാത്തത്, പണമില്ലാത്തത് കൊണ്ടാണ് ആരും എന്നെ സ്നേഹിക്കാത്തത്, തുടങ്ങിയ പലതരത്തിലുമുള്ള എക്സ്ക്യൂസുകൾ പറയുന്നവരുണ്ട് നമുക്ക് ചുറ്റും. ചിലപ്പം നമ്മളറിയാതെയും. നമ്മൾ ഓഫീസിലെത്താനായിട്ട് ലേറ്റ് ആയാൽ പറയും ട്രാഫിക് കാരണം അങ്ങ് വൈകിയതാണെന്ന്. അല്ലാതെ നമ്മുടെ കുറ്റം കൊണ്ടല്ല. നമ്മൾ ഇച്ചിരി നേരത്തെ അങ്ങ് ഇറങ്ങിയിരുന്നത് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നേരത്തെ ഇറങ്ങാത്തത് കൊണ്ടല്ല എന്ന് മനസ്സിനെ സമ്മതിപ്പിക്കാൻ പറ്റാത്തതും ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാണ് പൊതുവെ ഇത്തരത്തിലുള്ള പല എക്സ്ക്യൂസുകളൊക്കെ പറയുന്നവർ. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും ഈ സ്വഭാവം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം. ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടതായ പ്രധാനപ്പെട്ട 4 ഒഴിവ് കഴിവുകളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് ആരോഗ്യ കാര്യങ്ങളിലുള്ള എക്സ്ക്യൂസുകൾ. ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ ആരോഗ്യം മോശമായതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ വിജയിക്കാതെ പോയതെന്ന്. എന്നാൽ അത് പരിപൂർണമായിട്ടും തെറ്റാണ്. സ്റ്റീഫൻ ഹോക്കിങ്സ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ നേടിയത്? ഒരു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ലോകത്തിന് വേണ്ടി നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തെ ബാധിക്കുമെങ്കിലും ഒരിക്കലും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്നും അതിന് നമ്മളെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. അത് കേവലം ഒരു ഒഴിവ് കഴിവ് മാത്രമാണ്. ഇന്ന് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും അല്ലെങ്കിൽ പ്രശസ്തരമായിട്ടുള്ള ആളുകൾ അവരുടെ ആരോഗ്യം വളരെ മോശമായിരുന്നിട്ടും പ്രചോദനകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാഴ്ചയും കേൾവിശക്തിയും ഇല്ലാത്ത ഹെലൻ കെല്ലർ ലോകപ്രശസ്തമായ എഴുത്തുകാരിയും സാഹിത്യകാരിയും മോട്ടിവേഷണൽ സ്പീക്കറുമൊക്കെ ആയി തീർന്നു. എങ്ങനെയാണ്? അവർക്ക് വേണമെങ്കിൽ എനിക്ക് കണ്ണില്ല, കേൾവിശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ചടഞ്ഞുകൂടി വീടിൻ്റെ ഏതെങ്കിലും മൂലയിലിരിക്കാമായിരുന്നു. തൻ്റെ വൈകല്യങ്ങൾക്കെതിരെ പോരാടി ജീവിതത്തിൽ വിജയിച്ച ആ വ്യക്തിയാണവർ. ഒരു പഴഞ്ചൊല്ലുണ്ട്, എൻ്റെ മോശമായ ചെരുപ്പിൻ്റെ വിധിയോർത്ത് ഞാൻ വിഷമിക്കുന്നു, പക്ഷേ കാലില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ എൻ്റെ പറച്ചിൽ ഞാനങ്ങ് നിർത്തി. അങ്ങനെയുണ്ട്. നിങ്ങളെക്കാൾ ആരോഗ്യ പ്രശ്നമുള്ള നിരവധി ആളുകൾ ഇന്ന് ഈ ലോകത്തും അല്ലെങ്കിൽ ഈ സമൂഹത്തിലുണ്ട്. അവരെല്ലാം ജീവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്നിൽ നിന്നും പിന്മാറാതിരിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ ന്യൂനതകളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ആദ്യം ഒഴിവാക്കേണ്ട ഒരു എക്സ്ക്യൂസാണിത്. നമ്പർ 2, എനിക്ക് ബുദ്ധിയില്ല എന്ന എക്സ്ക്യൂസ്. ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ ബുദ്ധിയില്ല, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും കഴിയാത്തതാണ്, എനിക്കിതൊന്നും പറ്റില്ല, അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ. പഠനങ്ങൾ പറയുന്നത് ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ്. കാരണം നിങ്ങളുടെ ബുദ്ധിയെക്കുറിച്ച് കുറച്ച് കാണുന്നത് നിങ്ങളാണ്. മറ്റുള്ളവരുടെ ബുദ്ധിയെക്കുറിച്ച് അമിതമായി വിലയിരുത്തുകയും ഒരു തെറ്റായ ധാരണ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും പാകപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ ലോകത്ത് നമ്മളുടെ ബുദ്ധിയുടെ 100% ആരും ഉപയോഗിക്കാറില്ല. തൻ്റെ കഴിവിനനുസരിച്ച് ബുദ്ധിയെ 100% ഉപയോഗിക്കുന്ന ഒരാൾക്ക് വിജയം ഉറപ്പാണ്. ഐക്യുവിൽ മുന്നിൽ നിന്നാലും കഠിനാധ്വാനം, സഹകരണ മനോഭാവം എന്നിങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മുന്നിലെത്താൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലും പോസിറ്റീവ് ചിന്താഗതിയും ശുഭാപ്തി വിശ്വാസവും സഹകരണ മനോഭാവവും എന്നിവയുള്ള ഒരാൾക്ക് ഐക്യു കുറവാണെന്ന് പറഞ്ഞാലും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അയാൾ മുന്നിലെത്തുക തന്നെ ചെയ്യും. ഈ ഐക്യു കുറവാണെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം കണ്ട ജീവിതത്തിൽ മുന്നെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് അതിൻ്റെ തിയറി. കുറച്ച് ജനറൽ നോളജോ അല്ലെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചതോ അത് കാണാതെ പഠിച്ചതോ അല്ല ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ളത്. ജീവിത വിജയത്തിന് തൻ്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് സ്കില്ലുകൾ വർദ്ധിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അങ്ങനെയൊക്കെ സാധിക്കാനുള്ളൊരു മനസ്സും ദൃഢനിശ്ചയവുമൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത്. അങ്ങനെ ഉള്ള ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഈസിയായിട്ട് സാധിക്കും. അതുകൊണ്ട് ബുദ്ധിയില്ല എന്ന എക്സ്ക്യൂസ് ഇനി വേണ്ട. 3ാമത്തെ കാര്യം പ്രായമായി എന്ന ചിന്താഗതി. സ്വയം ഏജിസം തോന്നുന്ന ഒരു പ്രവണതയാണിത്. ചിലർക്ക് പ്രായം കൂടുതലായി എന്ന ചിന്താഗതിയും ചിലർക്ക് ഞാൻ വളരെ പ്രായം കുറഞ്ഞ ആളാണ് എന്ന ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട്. നമ്മുടെ ചുറ്റും ഒക്കെ നോക്കിയാൽ നമ്മൾ തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നമ്മളും പറഞ്ഞിട്ടുണ്ടാവും. പ്രായം കൂടിയാലും കുറഞ്ഞാലും അത് രണ്ടും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് ഒരു പ്രതിസന്ധിയേ അല്ല. ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ലീല ഗ്രൂപ്പ് സ്ഥാപിച്ചത് 60 വയസ്സിന് ശേഷമാണ്. അതുപോലെ KFCയുടെ കേണൽ സാൻഡേഴ്സിനും അവരെ പോലെയൊക്കെയുള്ള നിരവധി ആളുകൾ വളരെ പ്രായം ചെന്നതിന് ശേഷം അവരുടെ ബിസിനസ് ആരംഭിച്ചവരാണ്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു അർപ്പണമുണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമല്ല. അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ വലിയ
ഉയരങ്ങൾ കീഴടക്കിയ ആൾക്കാരുണ്ട്. എലോൺ മസ്ക് അതിലൊരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രായവ്യത്യാസമില്ലാതെ സ്വപ്നങ്ങൾ നേടിയെടുത്തവരാണ്. അതുകൊണ്ട് പ്രായമൊന്നിനും ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് മനസ്സിനോട് പറയുക, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിർഭാഗ്യവാനാണ് ഞാൻ എന്നൊരു തോന്നൽ. ഭാഗ്യത്തിൻ്റെ പേര് പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായി ജയിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു ലോട്ടറി പോലെ ചെറിയ വിജയങ്ങൾ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുമെങ്കിലും അവ നിലനിർത്തണമെങ്കിൽ കഠിനമായ പരിശ്രമവും സമർപ്പണവും അർപ്പണവുമൊക്കെ അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രവൃത്തിയുടെ അനന്തരഫലമാണ് ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ടാക്കുന്നത്. മോശമായ പ്രവൃത്തികൾ ചെയ്താൽ നിർഭാഗ്യവും, കഠിനമായ അധ്വാനവും കൃത്യമായ പ്രയത്നവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകുന്നു. എന്നാൽ ലോട്ടറിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. വലിയ കമ്പനികൾ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് കമ്പനിയിൽ കഠിനമായി പ്രവർത്തിക്കുന്ന ആളുകളും സ്ട്രാറ്റജികളും കാഴ്ചപ്പാടുകളും കൊണ്ടാണ് അവർ വിജയിക്കുന്നത്. എന്നാൽ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർ പോലും ചുരുങ്ങിയ കാലം കൊണ്ട് പാപ്പരായി മാറുന്നു. സത്യത്തിൽ ഭാഗ്യത്തിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ പ്രവൃത്തികൾക്കാണ് ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭാഗ്യമില്ല എന്ന എക്സ്ക്യൂസ് ഇനി പറയരുത്, അത് നമുക്ക് വേണ്ട. ഈ പറഞ്ഞ 4 എക്സ്ക്യൂസുകളും ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഉറപ്പായും അവർക്ക് ജീവിത വിജയമുണ്ടാവും. അതുകൊണ്ട് നോ മോർ എക്സ്ക്യൂസ്, only actions. Have a great day. Thank you. Bye-bye.